സമയം ഇപ്പം എത്ര മണിയായെന്നറിയോ? വെളുപ്പിനൊരു 4 മണിയായിട്ടുണ്ടാവും അവിടെ. 4 മണിക്ക് നമ്മൾ ആങ്കർ ഇട്ടിട്ട് കിടക്കുകയാണ്. അപ്പം നല്ല കാറ്റുണ്ട്. തൊട്ടപ്പുറം ഒരു ചൂണ്ട ബോട്ടാണ്ട് കിടക്കണം. ആ വെട്ടതിൻ്റെയാണ്. നമ്മുടെ ബോട്ടിലെ ചേട്ടന്മാരെല്ലാവരും അമരത്ത് ഇവിടെ പായ വിരിച്ചിട്ടാണ്ട് കിടക്കണം. അപ്പോൾ കടലിൽ രാത്രിയിലുള്ള കാറ്റാണ്ട് നിങ്ങൾ ഈ കാണുന്നത്. എല്ലാവരും മൂടിപ്പോച്ചാണ്ട് കിടക്കണം. 5 മണിക്ക് എണീറ്റ് ചൂണ്ടിടാനായിട്ടുള്ള കാര്യങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഒരു ഒഴുക്കോല ബോട്ടിൻ്റെ വല വന്നിട്ട് നമ്മുടെ ബോട്ടിൻ്റെ പ്രൊപ്പലറി കുടുങ്ങിയിട്ട് വെളുപ്പാങ്കാലത്ത് ഇതുപോലെ കുടുങ്ങാൻ നേരത്ത് നമ്മൾ ചെയ്യണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തവണ നോക്കി മോളിൽ നിന്ന് കളയാൻ പറ്റുമോ പക്ഷേ നടപടിയാവാത്തതിൻ്റെ പേരിൽ നമ്മുടെ സഞ്ചപ്പൻ ചേട്ടൻ നേരെ വെളുപ്പാങ്കാലത്ത് കടലിലേക്ക് ചാടിയിട്ട് ഇനി ഇങ്ങനെ ചാടുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ഇതറിയാൻ പാടില്ലാത്തവർക്ക് പറഞ്ഞു തരാം. നമ്മൾ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി റഫുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നിലവിൽ കുറച്ച് ആയ്പ് കൂടുതലാണ്. അതായത് ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊന്തയും താഴെയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അതുമാത്രമല്ല നല്ല ഒഴുക്കുണ്ട്, വെള്ളം വലിവും നല്ല രീതിയിലുണ്ട്. ഇതേ സമയം നമ്മൾ അടിയിലേക്ക് ഇതുപോലെ പോകുമ്പോൾ പങ്കയിൽ നമ്മൾ ചെത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തിരമാലകൾക്കനുസരിച്ച് ബോട്ട് പൊന്തയും ചെയ്യും താഴെയും ചെയ്യും. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബോട്ട് വന്ന് നമ്മുടെ തലയിലായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ പറ്റാറുണ്ട്. സഞ്ചപ്പൻ ചേട്ടൻ ഇപ്പോൾ അതേ റോപ്പിലേക്ക് അടിച്ചു പിടിച്ചിരിക്കണണ്ട. കാരണം അത്രക്ക് വലിയാണ് വെള്ളത്തിൽ ഒഴുകി ഇങ്ങനെ പോകും നമ്മൾ വിട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് അങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത്. ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാറ്റിൻ്റെ ശക്തി എന്താണെന്നുള്ളത്. കാറ്റല്ല മഴയായാലും വെയിലായാലും പണി തുടങ്ങി കഴിഞ്ഞാൽ തീരാണ്ട് നമുക്ക് കയറില്ലട്ടാ. ചാളയാണ് നമ്മൾ ഇതിൻ്റെ ഇരയായിട്ട് യൂസ് ചെയ്യണം. അത് നല്ല തക്കടുമുണ്ടൻ ഒമാൻ ചാളകൾ ഇമ്പോർട്ട് ചെയ്ത് വരുത്തിച്ചാണ്ട് ഈ ഒരു പണിക്ക് വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ വലിയ ചാളനെ കണ്ടിട്ട് ഒരുപാട് നാളായിട്ടാ. അതിനതേ 3-4 കഷ്ണങ്ങളാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇരയെ കൊളുത്തുന്നേട്ടാ. അപ്പോൾ ഇങ്ങനെ ഇരക്ക് വേണ്ടി കൊണ്ടുപോകുന്ന മീനെ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുമെന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നിട്ട്. അങ്ങനെ കഴിക്കാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് എന്തൊക്കെ കെമിക്കൽ ആഡ് ചെയ്തിട്ടാണ് ഈ സാധനം ചീത്താവാതിരിക്കാനായിട്ട് നമുക്ക് കിട്ടണേണ്ട. കാരണം നമ്മൾ തന്നെ 10 ദിവസത്തോളം ഈ ഇര യൂസ് ചെയ്യും. 10 ദിവസം ആകുമ്പോഴേക്കും ഇതിൻ്റെ പരിപാടി ഏകദേശം തീർന്നിട്ടുണ്ടാവും. അങ്ങനെ ആ ഇര നമ്മുടെ ഹുക്കിനകത്ത് കോർത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു റോളിനകത്ത് 10-15 ഹുക്കുകളും ഉണ്ടാവും. അതിനകത്ത് എല്ലാത്തിനകത്തും നമ്മുടെ ചാളത്തല ഇങ്ങനെ കോർത്ത് വെച്ചിട്ട് നേരെ നമ്മൾ കടലിലേക്ക് ഇടണ്ട. കഴിഞ്ഞ ദിവസം നമ്മൾ ചൂണ്ടിയിട്ട സ്ഥലത്ത് നിന്ന് കുറച്ച് മാറി സ്രാങ്കിൻ്റെ ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് മീനിൻ്റെ ലഭ്യതയെന്ന് അറിയില്ല. ചിലപ്പോൾ മീൻ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ടാവാം, ചിലപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവും. ആദ്യത്തെ റോള് പൊക്കിയെടുത്തപ്പോൾ തന്നെ നമുക്ക് കുറച്ച് പാമ്പ് പോലത്തെ ഈൽ ഫിഷിനെ കിട്ടിയിരുന്നിട്ടാ. പാമ്പ് പോലെ ഇരിക്കും, പക്ഷേ പാമ്പല്ല, ഈൽ ഫിഷാണ് ഒരു തരം. പിന്നെ മൂട്ടാൻ എന്ന് പറയും, അതായത് നമ്മുടെ ഈ കലവിയില്ലേ, കലവ ഗ്രൂപ്പർ ഫിഷിനെയാണ് പിന്നെ ഒരെണ്ണം കിട്ടിയാണ്. അതുപോലെ തന്നെ അതെ ഒരു ഈൽ ഫിഷ്, 1-2-3 ഈൽ ഫിഷ് ഉണ്ട്. ഇവന്മാരിങ്ങനെ കിടക്കുമെന്നുണ്ടെങ്കിലും പാവങ്ങളാണെന്ന് നിങ്ങൾ ചിന്തിക്കരുതട്ടാ. ഇവന്മാരൊരു കടി കടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ വിടത്തില്ല, പട്ടി കടിക്കണ പോലെ കടിക്കും. എനിക്കൊരു പ്രാവശ്യം കയ്യിൽ കടി കിട്ടിയിട്ട് എൻ്റെ എല്ല് വരെയും കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു കണ്ട. അതായത് നമ്മുടെ ആ ഒരു കൈയും ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ഇവർ കടിക്കുള്ളൂ. കാണുമ്പോൾ ചെറിയൊരു പല്ല് മറവായാലുള്ളൂ, പക്ഷേ ഭയങ്കര അരോരിക്കുള്ള ആ പല്ലിന് കടിച്ചു കഴിഞ്ഞാൽ വിടത്തൂലട്ട. അങ്ങനെ നമ്മുടെ അനിച്ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഓരോന്നിനെയും സൂക്ഷിച്ച് അതിൻ്റെ വായിൽ നിന്ന് ഹുക്കൊക്കെ ഊരി ഒരു കണക്കിന് നേരെ കടലിലേക്ക് തന്നെ തിരിച്ച് വിട്ടുകൊണ്ടിരിക്കണേണ്ടി ഈ കാണുന്നത്. പ്രതീക്ഷ പോലെ മീൻ നമുക്ക് കിട്ടണില്ല കേട്ടോ. കാരണം ഒരു റോളിനകത്ത് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 3-4 മീനൊക്കെ പിടിക്കണുള്ളൂ. ഇങ്ങനെ 3-4 മീൻ പിടിച്ചിട്ട് നമ്മൾ എന്നാണ് ഈ ബോട്ടിൻ്റെ സ്റ്റോർ റൂം നിറച്ച് നാട്ടിലേക്ക് പോകുന്നത്. വലയിട്ട് മീൻ പിടിക്കണ പോലെയല്ല ചൂണ്ടിയിട്ട് പിടിക്കാൻ നേരത്ത്. ചൂണ്ടിയിട്ട് ആ ഒരു അത്രയും വലിയ സ്റ്റോർ റൂം നിറക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മീൻ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിലവിൽ നമ്മുടെ ബോട്ടിൽ പിടിച്ചിരിക്കുന്ന മീനുകളാണ്ട് ഈ കാണുന്നത്. നമ്മുടെ ബാറക്കൂട അല്ലെങ്കിൽ നമ്മുടെ ഊളാവ് എന്ന് പറയുന്ന മീനാണ്ട് ഈ കാണുന്നത്. ഇത് നമ്മുടെ ഫൈൻഡിങ് നിമോ പടത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിമോനെ കൊന്നുകളയാണ് ഈ മീനാണ്. അതുമാത്രമല്ല ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള സാധനം, നമ്മുടെ ചേമീൻ എന്ന് പറയും. ചേമീൻ, സേമീൻ, അങ്ങനെ പല പേരുണ്ട്. ഇംഗ്ലീഷിൽ റസ്റ്റി ജോ ഫിഷ് എന്ന് പറയും. ഇത് നമ്മുടെ കലവ, ഹമൂർ, ആവൻ എത്തിപ്പെടുന്ന മീനുകളാണ്. പിന്നെ ഇതൊരു വെറൈറ്റി സാധനമാണ്. ഇവരിതിനെ വാഴക്കൂമ്പൻ എന്നാണ്ടാ പറയുന്നത്.
നോക്കി കാണാൻ നല്ല ഭംഗിയില്ലേ. ഈ മീൻ ഒരുപാട് നമ്മുടെ ചൂണ്ടയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ കൂടി ഇങ്ങനെ അടിയിൽ നിന്ന് വന്നെ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്കിത് കിട്ടണുള്ളൂ വാഴക്കുമ്പൻ. പിന്നെ ഇതെല്ലാവർക്കും അറിയാലോ, നമ്മുടെ ഡീപ് സീൽ കല്ലിൻ്റെ അവിടെയൊക്കെ ആയിട്ട് കാണുന്ന ഒരു പ്രത്യേക ടൈപ്പ് ഉണ്ണിമേരിയാണിത്. ഇതിനെ റെഡ് സ്നാപ്പർ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇതിൻ്റെ ആ ഒരു സ്കിന്നിങ്ങനെ ഒലിച്ചെടുത്തിട്ട് ചമ്മന്തിയൊക്കെ അരച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതുപോലെ കാണാനും നല്ല ഭംഗിയാണ്. ഈ മീൻ നല്ല ഓറഞ്ച് കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉണ്ട് നമുക്ക് നിലവിൽ ഇപ്പോൾ കിട്ടിയണ മീൻ. ചില റോളിനകത്ത് ഇതുപോലെ 2-3 മീനായിട്ട് പിടിച്ചു വന്നുകൊണ്ട് കേട്ടോ. നമുക്കൊരു മീഡിയം സൈസ് ചേമീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിലാണ് റേറ്റ് കൂടുതൽ. കാരണം ഈ ചേമീൻ എന്ന് പറയുന്ന മീനെ നമുക്ക് ഈ അയിലയും മത്തിയൊക്കെ വാങ്ങാൻ കിട്ടുന്ന പോലെ അങ്ങനെ ചെറിയ ചെറിയ കടകളിലൊന്നും കിട്ടില്ല. ചേമീൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എക്സ്പോർട്ടിങ്ങിനാണ്. അപ്പോൾ ഈ വലിയ സൈസ് കിട്ടുമ്പോൾ നേരെ എക്സ്പോർട്ടിങ്ങിനും നമുക്ക് ഈ ചെറുകിട കച്ചവടക്കാർക്കൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഒരു മീഡിയം സൈസ് മീനൊക്കെയാണ് നമുക്ക് ചൂണ്ടയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറുകിട കച്ചവടക്കാർക്കും എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് നോക്കിയേ, ഇതേ കലവയും അതുപോലെ വാഴക്കൂമ്പനും പിന്നെ അതേ ഇഷ്ടം പോലെ ഈൽ ഫിഷും കയറി വേണ്ടി. പ്രതീക്ഷിച്ച സ്ഥലത്ത് നമുക്ക് മീൻ കിട്ടാത്തതിൻ്റെ പേരിൽ ബോട്ട് വീണ്ടും ഓടിക്കാനായിട്ട് തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഓടിക്കുന്നതിന് മുന്നേ നമുക്ക് ആങ്കർ എടുക്കണം. ആങ്കർ എടുക്കാനുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം മംഗലാപുരം ആ ഒരു സൈഡ്, അതായത് ഉടുപ്പി ആ ഒരു ഭാഗത്തേക്കാണ്ട് ഇനിയിപ്പോൾ ഓടിപ്പോണത്. അവസാനത്തെ ചൂണ്ട പൊക്കിയെടുത്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ആ ഒരു കിളിമീൻ്റെ പാതി മാത്രം ഉണ്ട്. അതിനാ ഒരു ഈല് പാതിയോളം തിന്നിട്ട് ചെറിയ കിളിമീൻ. സമയം ഏകദേശം ഒരു 7:30 മണി കഴിഞ്ഞിട്ടുണ്ടാവട്ടെ. ഇവിടുന്ന് ഒരൊറ്റ വിടൽ നേരെ ഉച്ച കഴിയുമ്പോഴേക്കും നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് തൊട്ട്. ഇനിയിപ്പോൾ പോണ വഴിക്ക് ഏതെങ്കിലും ഒരു തിരിവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചൂണ്ടിയിട്ട് നോക്കി പോകട്ടെ. ആങ്കർ അല്ലെങ്കിൽ നങ്കൂരം പാറയമൊക്കെ കുടുങ്ങിയായിരിക്കുള്ളൂ കിടക്കണം. അപ്പോൾ കുറച്ച് ഓടിച്ച് പൊട്ടിച്ചിട്ട് വേണം അത് നമുക്ക് ബോട്ടിലേക്ക് കയറ്റാനായിട്ട്. ആങ്കർ റോപ്പ് വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാണുക കുറച്ച് ആഴം കൂടുതലുള്ളതിൻ്റെ പേരിൽ നമ്മൾ ഈ റോപ്പ് വീഞ്ചിലെടുക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് പെട്ടെന്ന് കൈക്ക് വലിച്ചെടുത്ത് കയറ്റിക്കൊണ്ടിരിക്കുന്നതിന് കാണുക. എന്നിട്ട് ആങ്കർ എടുക്കാറാകുമ്പോഴാണ് നമ്മൾ വീഞ്ചിൽ അത് ലോഡ് ചെയ്ത് പൊക്കിയെടുക്കണേട്ടാ. ഒരുപാട് റോപ്പ് പോയിക്കണതിൻ്റെ പേരിൽ ഒറ്റക്കൊരാളെയും കൊണ്ട് വലിക്കുന്നത് നടക്കില്ല കേട്ടോ. അതുകൊണ്ട് മാറി എന്നാണ് വലിക്കണം. ജോണിച്ചേട്ടനൊക്കെ ഫുൾ പവറായിട്ട് നിന്നാണ് നമ്മുടെ റോപ്പ് വലിച്ച് ബോട്ടിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ കഴിക്കാനുള്ള ഫുഡും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള റോപ്പ് നമ്മളിത് വീഞ്ചിലെടുത്തുകൊണ്ടിരിക്കേണ്ട. വീഞ്ച് ബോട്ടിൻ്റെ അമരം, അതായത് ബാക്ക് സൈഡിലാണെന്ന് അറിയാലോ. അപ്പോൾ ഈ റോപ്പ് ബാക്കിൽ കൂടെ എടുത്തിട്ട് ഏറ്റവും മുന്നിലേക്ക് പോയിട്ടാണ് നമ്മളിങ്ങനെ മാടി വെച്ചുകൊണ്ടിരിക്കണം. മടക്കി വെക്കണം. ഏറ്റവും മുന്നിലാണ്. കാരണം ആങ്കർ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ റോപ്പ് പോണ് ഏറ്റവും മുൻഭാഗത്തു നിന്നാണ്. അപ്പോൾ ഈ റോപ്പ് നമ്മൾ മാടി വെക്കണത് ഏറ്റവും മുന്നിലായിരിക്കുള്ളൂ. ഇപ്പം നിലവിൽ റിസ്ക് ഇല്ല. കാറ്റും കോളൊന്നുമില്ല. കാറ്റും കോളുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ആങ്കർ എടുക്കാനായിട്ട് ഭയങ്കര പണിയുണ്ട്. അത് മാത്രമല്ല എന്തെങ്കിലുമൊക്കെ അപകടം പറ്റിക്കഴിഞ്ഞാൽ ആങ്കറും പോകും. അതുപോലെ റോപ്പൊക്കെ പൊട്ടി നേത്തൊക്കെ അടിച്ചോളൂ കേട്ടോ. ഭയങ്കര റിസ്ക്കാണ് നമുക്ക് ഈ ആങ്കർ പൊക്കിയെടുക്കണം എന്ന് പറഞ്ഞാൽ. 250 കിലോ 300 കിലോ വെയിറ്റ് ഉണ്ടാവും നമ്മുടെ ഈ ആങ്കറിന്. അതുകൂടാണ്ട് ചില ബോട്ടുകളിൽ കല്ല് കെട്ടിയിട്ടോ. നമ്മുടെ ഈ ബോട്ടിലും കല്ല് കെട്ടിയിട്ടുണ്ടായി. കാരണം ആങ്കർ ഉറച്ച് നിൽക്കാണ്ടായി കഴിയുമ്പോൾ കല്ലിൻ്റെ വെയിറ്റും കൂടി വരാൻ വേണ്ടിയിട്ടാണ്. നങ്കൂരം കയറി നോക്കി. അപ്പോൾ ഇതിൻ്റെ നാവ് ബോട്ടിൻ്റെ ബോഡിയും ഒന്നും കൊള്ളാണ്ട്. കാരണം ആയിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചരിയുമ്പോൾ ബോട്ടിൻ്റെ ബോഡിയുമൊക്കെ കൊണ്ടുകഴിയുമ്പോൾ ഡാമേജ് വരും. അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ തള്ളിപ്പിടിച്ചൊക്കെയാണ് ബോട്ടിൻ്റെ പെൻഡ്രമയിലേക്ക് ഇത് ചേർത്ത് വെക്കണേട്ടാ. ഉള്ളിലേക്ക് എടുത്ത് വെക്കാനുള്ള കാരണം നമുക്ക് കുറച്ച് ഓടിക്കഴിയുമ്പോൾ വീണ്ടും നങ്കൂരം കടലിലേക്ക് ഇടാനായിട്ടുള്ളതാണ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. 2-3 പേര് ചേർന്നാണ് വലിച്ച് ഈ സാധനം നമ്മുടെ ബോട്ടിലേക്ക് ലോഡ് ചെയ്ത് നിർത്തി കെട്ടി വെക്കണേട്ടാ. ആങ്കർ എല്ലാം എടുത്തു കഴിഞ്ഞ് നമ്മളിനി സ്ട്രേറ്റ് ടു മാംഗ്ലൂർ സൈഡ് ഇട്ടാൽ. അപ്പോൾ രാവിലെ തന്നെ ചോറും അതുപോലെ തന്നെ കടല അല്ലെങ്കിൽ പയർ, അതുപോലെ രാത്രിയും കടല അല്ലെങ്കിൽ പയറൊക്കെയാണ്. ഉച്ചക്ക് മാത്രമാണ് നമുക്ക് ഈ ബോട്ടിൽ മീൻ ഉണ്ടാവുള്ളൂ കേട്ടോ.
എന്തായാലും നല്ല അടിപൊളി കറിയാണ്. അതിൻ്റെ ഒപ്പം നല്ല ഈന്തപ്പഴം ഇട്ട നാരങ്ങച്ചാറും ഉണ്ടാവും, പിന്നെ ഒരു മുളകും ഉണ്ടാവും കേട്ടോ ഒരാൾക്ക്. സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ ഓടി ഓടി ഏകദേശം ഒരു ഉച്ച സമയമാകുമ്പോഴേക്കും അങ്ങ് ദൂരെ നിന്ന് ഇഷ്ടം പോലെ ചൂണ്ട ബോട്ടുകൾ ഓടി വന്നിട്ട്. ഇവരെല്ലാം ചൂണ്ടപ്പണി എടുക്കുന്ന ബോട്ടുകളാണ് കൂടുതലും. നമ്മുടെ തമിഴ് ബോട്ടുകളാണ് ഈ കാണുന്നതെല്ലാം. അത്ര വലിയ ബോട്ടൊന്നുമല്ല കേട്ടോ, ഒരു മീഡിയം സൈസ് ബോട്ടിട്ട. ഇതിനകത്ത് ഒരു 10-20 ദിവസം 22 ദിവസമൊക്കെ ചില സമയങ്ങളിൽ നിൽക്കാറുണ്ട്. ചിലർ 10 ദിവസം 15 ദിവസമൊക്കെ നിൽക്കാറുണ്ട് കേട്ടോ. അത് പണി കിട്ടുന്നതനുസരിച്ചാണ് ഇവരും ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത് മീനെ തേടിയിട്ടിട്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഡോൾഫിൻ കുട്ടന്മാരെ കണ്ടേട്ടാ. അതേന്ന് ഇഷ്ടം പോലെ ഡോൾഫിൻ കുട്ടന്മാർ അങ്ങ് ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ വെള്ളത്തിലവന് വ്യത്യാസം കണ്ടപ്പോൾ മനസ്സിലായി ഡോൾഫിൻ ആയിരിക്കണമെന്ന്. ഇവന്മാരിതേ ചാടിത്തുള്ളി നമ്മുടെ ബോട്ടിൻ്റെ നേരെ വന്നുകൊണ്ടിരിക്കേണ്ട. അതിൻ്റെ പുറകെയാണെന്നുണ്ടെങ്കിൽ ഒരു ചൂണ്ട ബോട്ടുണ്ട്. ഈ ഡോൾഫിൻ കൂട്ടത്തിൻ്റെ ഇടയിൽ കയറി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചൂണ്ട ബോട്ടുകൾ ഇതിൻ്റെ പുറകെ പോയിട്ട് ചൂണ്ടിട്ടിട്ട് ഓടിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ലൂറില്ലേ, മീൻ പോലെ ഇരിക്കുന്ന ലൂറിനകത്ത് കേര പിടിക്കുമെന്നാണ് പറയുന്നത്. ഇഷ്ടം പോലെ ഡോൾഫിൻസ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ ബോട്ടിൻ്റെ മുമ്പിൽ കൂടെ മറിഞ്ഞും ചാടിയൊക്കെ പോയിക്കൊണ്ടിരിക്കേണ്ടത്. നോക്കി, ഇതിനെ പിടിച്ച് കറി വെക്കുമെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. കറി വെക്കത്തൊന്നുമില്ല. അത് മാത്രമല്ല എന്നെ കിട്ടുകയുമില്ല കേട്ടോ. ഒരു ക്രൂരമായ സ്വഭാവമാണ് നമ്മുടെ ഈ ഡോൾഫിന്. അതായത് ഈ ചെറിയ പഫർ ഫിഷിനെ കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലാതെ കൊല്ലുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഡോൾഫിൻസിന്. ഡോൾഫിൻസ് നിൽക്കുമ്പോൾ എല്ലാവരും അയ്യോ പാവം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും സൂത്രധാരന്മാരും അതുപോലെ തന്നെ ഒരു മീനെ കൊല്ലാതെ കൊല്ലണ സ്വഭാവം ഡോൾഫിൻസിനുണ്ട് കേട്ടോ. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ഓലക്കൊടിയൻ, അതായത് അടിയിൽ നിന്ന് ഏതെങ്കിലും മീൻ അതിനെ പിടിക്കാൻ വന്നിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ചാടി 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട. അങ്ങനെ ഓടി ഓടി നമ്മൾ ഏകദേശം നമ്മുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത്, അതായത് ചൂണ്ടിടാനുള്ള ആ ഒരു സ്ഥലത്തോട് ചേർന്ന് എത്തിയിട്ടുണ്ട്. ഒരു പാറയുടെ മുകളിലായിട്ടാണ് ഇപ്പോൾ കറക്റ്റ് ബോട്ട് നിൽക്കണേട്ട് ഏകദേശം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഒരു ഡെമോ അടിച്ച് നോക്കും മീൻ കിട്ടണ്ടായില്ലെന്ന്. നല്ല രീതിയിൽ കാറ്റുണ്ട്, അത് മാത്രമല്ല നല്ല വെയിലും, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്ട. തൊട്ടപ്പുറം തന്നെ വേറൊരു ചൂണ്ട ബോട്ടും കിടക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇവിടെ നമുക്ക് മീൻ കിട്ടോ ഇല്ലേന്ന് അറിയില്ല. അഥവാ കിട്ടുകയാണെങ്കിൽ മാത്രം നമ്മൾ ആങ്കർ കടലിലേക്ക് തട്ടുള്ളത്. 3-4 കിളികളൊക്കെ പറന്നു പോകുന്നുണ്ട്. കിളികളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മീനുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അടിപൊളി. ഇത് നോക്കിയ റിജു ചേട്ടനാണ്ട് ആദ്യം തന്നെ റോള് പൊക്കിയെടുത്ത് എല്ലാ ഹുക്കിനകത്തും മീൻ പിടിച്ചാണ് ഒരു കാഴ്ച. ഇത് നോക്കി, എല്ലാ ഹുക്കിലും മീൻ. ചേമീനുണ്ട ഒരെണ്ണം പോലും തിരിവായിട്ടില്ല. എല്ലാം ചേമീൻ, അത് മീഡിയം സൈസ്, എല്ലാ ഹുക്കിലും പിടിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫിക്സ് ഇവിടെ നമ്മ എന്തായാലും ഇവിടെ തന്നെയുണ്ട ചൂണ്ടിരുന്ന.
കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുന്നില്ലേ, ഇര വെച്ച് ചൂണ്ട നേരെ വെള്ളത്തിലേക്ക് ഇടാം, കുറച്ച് കഴിയുമ്പോൾ മീനായിട്ട് ഇങ്ങനെ പൊക്കിയിടുക. പക്ഷേ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല ഇട്ടാ. നമ്മുടെ ഈ ചൂണ്ടതിനകത്ത് എങ്ങനെ പോയി കഴിഞ്ഞാലും 1.5 കിലോ അടുക്കുക തന്നെ വെയിറ്റ് ഉണ്ടാവും. ഈ കാണുന്ന കട്ടി, ഈ കട്ടിയിലാണ് നമ്മുടെ ചൂണ്ട വെള്ളത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകണം. ഹുക്കെല്ലാം ഇട്ട് നമ്മൾ ഇരയൊക്കെ കൊളുത്തി കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകണമല്ലോ, അല്ലെങ്കിൽ ഒഴുകി ഇങ്ങനെ നടക്കൂലേ. നേരെ പോയിട്ട് പാറയും മൂട്ടും ഏകദേശം 60 ഭാഗങ്ങളും ഉണ്ടാവും ആഴം. അതായത് 60 ആളുകൾ മുകളിൽ നിൽക്കുമ്പോൾ ഒരു ഹൈറ്റില്ലേ, അതാണ് 60 ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. ഈ 60 ഭാഗത്തിലേക്ക് ഈ ചൂണ്ട നിന്ന് നമ്മിങ്ങനെ കയ്യിൽ വിരലിങ്ങനെ ഈ റോള് പിടിക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ മീൻ കടിക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് പോകുന്നത്. അപ്പോൾ ഈ വലിഞ്ഞ് പോകുമ്പോൾ ഈ റോളിനകത്ത് എല്ലാ ഹുക്കിലും മീൻ പിടിച്ച് കഴിയുമ്പോൾ നമ്മിങ്ങനെ വലിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഈ റോളിലുള്ളതിൻ്റെ പേരിൽ പിടിച്ച് കഴിഞ്ഞാൽ വലിക്കുമ്പോൾ കിട്ടില്ല നമുക്ക്. അപ്പോൾ ഒരു കണക്കിന് നമ്മിങ്ങനെ വലിച്ച് ഇത്രയും ആഴത്തിൽ നിന്ന് ഈ ചൂണ്ടനെ പിടിച്ച് മുകളിലേക്ക് കയറണം. അപ്പോൾ അത് നിസ്സാരപ്പണിയില്ല, കാരണം ഈ വിരലിങ്ങനെ ഈ ചൂണ്ട റോളിങ്ങിന് വരയുമ്പോൾ തന്നെ നമുക്ക് പൊട്ടി ഒരു വിധമാവും. പിന്നെ നമ്മൾ ഈ കയ്യിൽ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ര സ്പീഡിൽ വലിച്ചെടുക്കാനും പറ്റില്ല, കാരണം ജീവനുള്ളതിൻ്റെ പേരിൽ പെട്ടെന്ന് വലിച്ച് കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ചൂണ്ടക്കൊളുത്തിനകത്ത് പിടിക്കണ വേറെ വല്ല ചില സമയങ്ങളിൽ സ്രാവ് പിടിക്കാറുണ്ട്. ബൈ ചാൻസ് ഇപ്പോൾ അങ്ങനത്തെ ഒരു മീനാണ് പിടിക്കണമെന്നുണ്ടെങ്കിൽ റോളും വലിച്ചുകൊണ്ടുപോകും. പിന്നെ കുറച്ച് നേരം അതായിട്ട് ഫൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പൊക്കി നേരെ ബോട്ടിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. അത്രക്ക് വയ്യാത്തൊരു സിറ്റുവേഷൻ വന്നാൽ മാത്രമേ നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഇടാറുള്ളൂ, അല്ലാത്ത പക്ഷം നമ്മൾ ഇടാറില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരുവിധം കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ചൂണ്ട ഇട്ടിട്ട് വേണം നമ്മുടെ സ്റ്റോറിലേക്ക് മീൻ നടക്കാനായിട്ട്. വല ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വല പൊട്ടിച്ച് മീനുണ്ട് അത് തിരിഞ്ഞ് നേരെ സ്റ്റോർ റൂമിലേക്ക് കയറ്റാം. പക്ഷേ ചൂണ്ട നിന്ന് നമ്മിങ്ങനെ റോളിങ് ഉണ്ടായാലും കാറ്റ് വന്നാലും മഴ വന്നാലും വെയിലാണെങ്കിലും ആ നിപ്പ് നമ്മൾ നിന്നിട്ട് വേണം കേട്ടോ ചൂണ്ടിട്ട് മീൻ പിടിച്ച് സ്റ്റോർ റൂം നടക്കാനായിട്ട്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ വലയിട്ട് മീൻ പിടിക്കുമ്പോൾ ഷെയറിൻ്റെ പേഴ്സൻറ്റേജും അതുപോലെ തന്നെ നമ്മൾ ചൂണ്ടപ്പണിക്ക് പോകുമ്പോൾ ഷെയറിൻ്റെ പേഴ്സൻറ്റേജും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ചൂണ്ടപ്പണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ പിടിച്ച് കിട്ടുന്നത് എന്താണോ അതിൻ്റെ ചിലവെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന ബാലൻസ് ഉണ്ടാവുമല്ലോ, ആ ബാലൻസിനകത്ത് പാതിയാണ്. 50% മുതലാളിക്കും 50% തൊഴിലാളിക്കുമാണ്. പക്ഷേ ഫിഷിങ്ങിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോൾ നെറ്റ് ബോട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 60% മുതലാളിക്കും 40% തൊഴിലാളിക്കുമാണ്. അതാണ് ചൂണ്ടപ്പണിയും ഫിഷിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്താ മീൻപിടുത്തം നല്ല ഉഷാറായിട്ട് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമയത്ത് മീൻ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചെറവറാന്നും പറഞ്ഞിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കേണ്ട. വിളമീന്ന് ചില നാടുകളിൽ നമ്മുടെ ഈ ചേമീനെ പറയോട്ടെ, ചേമീനും സേമീന്നും പറയും. പിന്നെ അതുപോലെ തന്നെ വിളമീൻ എന്ന് പറയും. വിളമീൻ നമ്മുടെ തിരുവനന്തപുരം ആ ഒരു കന്യാകുമാരി ഭാഗത്തേക്ക് പോകാൻ നേരത്ത് വേറൊരു ടൈപ്പാണ്. വിളമീൻ എന്ന് പറയാൻ കാരണം ഈ മീനിന് വില അത്രയും കൂടുതലാണ്, അതുകൊണ്ടാണ് വിളമീൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതിനെ ശരിക്കും ഇംഗ്ലീഷ് നെയിം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ റസ്റ്റി ജോ ഫിഷ് എന്നാണ്. നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റൂട്ടോ. വെള്ളം വലിവ് ഇപ്പോൾ ബോട്ടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ്, അതായത് ബാക്കിലേക്ക് ഇങ്ങനെ വലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മുമ്പിൽ നിന്ന് ഇടുന്ന ചൂണ്ടയുടെ അറ്റമെല്ലാം ഈ ബാക്കിൽ വന്ന് ഈ പോണ ചൂണ്ടയിലാണ്ട് കുടുങ്ങിക്കൊണ്ട് പോയിക്കണം. അപ്പോൾ ഇഷ്ടം പോലെ ചൂണ്ടകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുടുങ്ങാറുണ്ട്. വലിച്ച് കയറ്റുമ്പോഴെല്ലാവരും തലയുടെ ഓളം പോവും. പക്ഷെ ഇവരിത് സിമ്പിളായിട്ട് ഇങ്ങനെ കെട്ടഴിച്ച്, അത് ഒരു ഹുക്ക് ഉണ്ട്, ആ ഒരു ഹുക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഊരി വരും, അതും പൊട്ടിച്ചുകൊണ്ട് നേരെ എടുത്തിട്ട് മുന്നിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കോട്ടെ. സോ സിമ്പിളാണ്, കാരണം എക്സ്പീരിയൻസ്ഡ് ആയതിൻ്റെ പേരിൽ എല്ലാ പണിയും സിമ്പിളാണെന്ന് പറയുമല്ലോ. അപ്പോൾ ഇവർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയതിൻ്റെ പേരിൽ കാട്ടൂർക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, ചേമീൻ പിടുത്തത്തിന് അഗ്രഗണ്യന്മാരാണ് ഇവർ. ചേമീൻ പിടിക്കണതിൽ കാട്ടൂർ, നമ്മുടെ ആലപ്പുഴയിലുള്ള സ്ഥലമാണ് ഈ കാട്ടൂർ എന്ന് പറയുന്നത്. ചൂണ്ടിയിട്ട് സമയം ഏകദേശം ഒരു 3 മണി 3:30 ആയിട്ടാണ്. കാരണം മീൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണമൊക്കെ സ്കിപ്പ് ചെയ്ത് കളയാറുണ്ട്. ഉച്ചക്കലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പം നിലവിൽ അനിച്ചേട്ടൻ ഇവിടെ ഇര വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും സഞ്ചപ്പൻ ചേട്ടൻ പോയിട്ട് ഉള്ളയിൽ നല്ല മീനെ നോക്കിയിട്ട് എടുത്തിട്ട് ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് കുറച്ച് വൈകിയായാലും നമ്മൾ സെറ്റ് ചെയ്യട്ടോ. ഓൾറെഡി നമുക്ക് ചോറിരിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ കറി വെച്ചാൽ മതി. അതിപ്പോൾ ഉള്ളയിൽ ആ ചേമീൻ എടുത്തിട്ട് നേരെ നമ്മൾ വെക്കോട്ടെ.
A big ship is crossing near to our boat. Look at that. അതെ, ചുമ്മാ ഒരു ഹൈപ്പിന് ഇംഗ്ലീഷിൽ താങ്ങിയതാണ്ട. ഒരു ഷിപ്പ് നമ്മുടെ ബോട്ടിൻ്റെ അടുത്തേക്ക് കൂടിയാണ്ട പോണ്. ഫോണിലൂടെ നോക്കാൻ നേരത്ത് കുറച്ച് അകലമായിട്ട് തോന്നണുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു തിരകളെയൊക്കെ കീറി മുറിച്ച് ഇങ്ങനെ തെറിപ്പിച്ചാണ്ട പോണം. ബോട്ട് കിടന്നൊരു 10 ആട്ടാടുമ്പോൾ ഷിപ്പ് എവിടെ കുലുങ്ങാനായിട്ട് അതുപോലെ തന്നെ അങ്ങോട്ട് ഇരിക്കേണ്ടത്. നോക്കി കണ്ട, ഷിപ്പ് പോണതെല്ലാം കണ്ടു നിൽക്കണമെങ്കിലും ഓരോരുത്തർക്കായിട്ട് വിശന്ന് തുടങ്ങുന്നുണ്ട്. കാരണം നല്ല വെയിലും അതുപോലെ തന്നെ നമ്മൾ ഫുൾ ടൈം നിൽക്കാനുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശപ്പ്. കടലിലേക്ക് ഇറങ്ങുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശപ്പുമായിരിക്കുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇനി ആ റോളിങ്ങിൽ ഇങ്ങനെ നമ്മുടെ ശരീരം കിടന്ന് ആടിക്കൊണ്ടിരിക്കണതിൻ്റെ പേരിലാണെന്നാവും. സഞ്ചപ്പൻ ചേട്ടൻ വന്നിട്ട് ഉള്ളിൽ നല്ല അടിപൊളി ചേമീനെ നോക്കിയിട്ട് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് വെട്ടി കണ്ടിച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഞാനും കയറി അടുക്കളയിലേക്ക് പുള്ളിക്കാരനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പടപടപടയെന്നും പറഞ്ഞ് കാര്യങ്ങൾ തീരുമല്ല. നമ്മളിപ്പോൾ നിലവിൽ വലയിടുന്ന സ്ഥലത്ത് ആഴം ഉണ്ടാക്കി കാണിക്കണത് 87 ഭാഗമുണ്ട്. സവാള, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം എണ്ണയിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് പയ്യെ വഴക്കിയിട്ട് പിന്നെ കടുക് മുലുവേക്ക് ആദ്യം തന്നെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് മസാലപ്പൊടികൾ ചേർത്തുകൊണ്ടിരിക്കേണ്ട. അധികം മസാലകളൊന്നുമില്ല. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട. മുളക് പൊടി നമ്മൾ കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ നോർമൽ മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട്. കളറൊക്കെ കിട്ടി കറി നല്ല അടിപൊളിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ കാശ്മീരി ചില്ലി ആഡ് ചെയ്തേക്കണത്. പിന്നെ മീനിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ കണ്ടു കാണും. കുറച്ച് മുമ്പേ നമ്മുടെ ചൂണ്ടയിൽ കിട്ടിയ നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചേമീനെ തന്നെയാണ് നമ്മൾ എടുത്തേക്കണത്. വലിപ്പമുള്ള മീനേൻ്റെ പേരിൽ നല്ല മന്ദപ്പം പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നേരെ നമ്മുടെ ആ ഒരു ചാറിലേക്ക് മുക്കി കുതിർത്തിടേണ്ട. പിന്നെ ഒരു കാര്യം, കുടംപുളി ഇട്ടിട്ടുണ്ട് മീനിൽ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയാണ്. നിങ്ങൾ ഇനി പുളിയില്ലാത്ത മീൻ കറിയാന്ന് പറയരുത്. അങ്ങനെ പാത്രം മൂടി വെച്ച് ഒരു 20-25 മിനിറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും മീൻ കറി ഇവിടെ റെഡി ആയിട്ടാ. ബ്ലൂ 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 എന്ന് പറഞ്ഞ് തിളച്ചിരുന്ന മീൻ കറി ഞാൻ നേരെ എടുത്ത് നമ്മുടെ എഞ്ചിൻ പെട്ടർ മുകളിലേക്ക് വെച്ച് ചുറ്റിനും നമ്മുടെ ചേട്ടന്മാരെല്ലാവരും വിശന്നിരിക്കുന്നിട്ട് എല്ലാവരും വന്ന് ഓടി ചോറായിട്ട്. അങ്ങനെ എല്ലാവർക്കും ഒരേ രീതിയിൽ വിളമ്പിക്കൊണ്ടിരിക്കേണ്ട. വെക്കണയിലുപരി അതുപോലെ തന്നെ വിളമ്പിക്കൊടുക്കാനും ഒരു കഴിവ് വേണോട്ടോ. അല്ലെങ്കിൽ ചിലവർക്ക് എത്തും, ചിലവർക്ക് കിട്ടില്ല. എല്ലാവർക്കും കൊടുത്തതിന് ശേഷമാണ് ഞാനും സഞ്ചപ്പൻ ചേട്ടനും കഴിക്കണേട്ടാ. ചിലവർക്ക് തല, ചിലവർക്ക് ഉടല്, ചിലവർക്ക് വാല്, അങ്ങനെ ആവശ്യാനുസരണം എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്തുകൊണ്ടിരിക്കേണ്ട. നമ്മുടെ ജോസേട്ടനാണെന്നുണ്ടെങ്കിൽ മീനിൻ്റെ തലപ്രിയനാണ്. പുള്ളിക്കാരൻ എപ്പോഴും തലക്കഷ്ണമായിട്ടാണ് ഓടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചേമീൻ്റെ തലയായിട്ട് പുള്ളിക്കാരൻ ഓടിയിട്ടുണ്ട്. ഈ മീൻ കറി കാണുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതെല്ലാം എൻജോയ് ചെയ്യണം അല്ലെങ്കിൽ ഇതെല്ലാം ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യർ വളരെ കുറവായിരിക്കും. സത്യമാണത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇതെല്ലാം നിങ്ങൾ ആസ്വദിക്കണോട്ടെ. ബോട്ട് അടുത്ത സ്ഥലത്തേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കേണ്ട. അങ്ങേ സൈഡിൽ നിന്ന് നല്ല വെയിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീൽ ഹൗസിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നല്ല തണലാണ്. ആ തണൽ പിടിച്ച് കുറച്ച് ചേട്ടന്മാർ നല്ല അച്ചടക്കത്തോട് കൂടി ഇവിടെ നിരന്നിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കേണ്ട. അതുപോലെ നമ്മുടെ തലയായിട്ട് പോയ ജോസേട്ടനാണെന്നുണ്ടെങ്കിൽ ബോട്ടിൻ്റെ അമരത്ത് മാറിയിരിക്കുകയാണ്. ഞാൻ വീഡിയോ ആയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ മുഖം എനിക്ക് തന്നെ ഇല്ലട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി കളഞ്ഞുകൊണ്ടിരിക്കേണ്ടത് നോക്കി. അറ്റ് ലാസ്റ്റ് പാത്രത്തിൽ കുറച്ച് ചോറുമായിട്ട് ഞാനും ചെന്നിട്ട് എനിക്ക് 2-3 ദിവസമായിട്ട് പനിയായിരുന്നു. രക്ഷയുണ്ടായില്ല, ഞാൻ കിടപ്പിലായിപ്പോയി. അങ്ങനത്തെ ആ പാത്രത്തിനകത്ത് ഒരു തലക്കഷ്ണം എനിക്ക് വിട്ടുതന്നിരുന്നു. ഞാനൊരു തലക്കഷ്ണം നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് മാറ്റി വെച്ചിരുന്നു. പിന്നെ ഒരു 2-3 പീസ് ഇട്ടെന്ന് നമ്മുടെ സഞ്ചപ്പൻ ചേട്ടൻ. ഒട്ടുമിക്ക ആളുകളും കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ആരുമില്ല. അപ്പം ഞാനും പുള്ളി മാത്രമേ ഉള്ളൂ. അങ്ങനെ നല്ല ചൂട് ചോറിൻ്റെ മുകളിൽ ഈ ഒരു ചേമീൻ കറി ഇട്ടിട്ട് ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചാലോ നമുക്ക് നേരെ പോയിട്ട്, അതും ഈ കടലെല്ലാം കണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള തലക്കഷ്ണതിൻ്റെ പേരിൽ പയ്യേണ്ട കടിച്ച് കഴിക്കാൻ പറ്റിയത്. അത് മാത്രമല്ല നല്ല എരിവുണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ കിടിലൻ തലക്കഷ്ണങ്ങളുടെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും അടുത്ത എപ്പിസോഡിൽ വരണേണ്ട. അതുപോലെ ടാറ്റാ.